ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിൽ ചിലപ്പോ വ്രതമൊക്കെ തെറ്റും. അല്ല, വീട്ടിൽ പോയാലും ജഗന്റെ ആയുസ് രക്ഷിക്കാനുള്ള പൂജകളും വഴിപാടുകളൊന്നും മുടക്കരുത്. അഥവാ ജഗൻ അങ്ങോട്ട് വന്നാലും ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ഒന്ന് നോക്കുക പോലും ചെയ്യരുത്. എന്താ മോളെ ഇത്? നിന്നോട് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ? ദാ ഈ കട്ടൻ കുടിച്ചിട്ട് പോയി കുളിക്ക്. നീ കരയണോ? എന്ത് സംഭവിച്ചിട്ടാ നീ ഇപ്പൊ ഈ കരയുന്നേ? ആ വൃത്തികെട്ടവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടില്ലേ? പിന്നെന്തിനാ കരയുന്നേ? അമ്മയോ മാധവൻ സാറൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ മീനാക്ഷിക്ക് പരാതിപ്പെടാൻ ആരുമില്ലാതായി പോയേനെ. മോളെ, നിന്നെ കണ്ടപ്പോ തന്നെ ചേർത്ത് പിടിക്കാനും കൂടെ താമസിപ്പിക്കാനും എല്ലാം തോന്നിപ്പിച്ചത് നിന്റെ മരിച്ചുപോയ അമ്മ തന്നെ ആയിരിക്കും. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. പോലീസുകാർ എന്നെ കൃത്യസമയത്ത് ഒന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്നെ... മോളെ, ഞാൻ പറഞ്ഞില്ലേ വേണ്ടാത്തൊന്നും നമ്മൾ ഓർക്കണ്ടാന്ന്. ഇപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ? നീ സങ്കടപ്പെടല്ലേ മോളെ. നീ സങ്കടപ്പെടുന്നത് കണ്ടാൽ പിന്നെ ഈ ജഗദമ്മയുടെ കൈയും കാലും അനങ്ങില്ല. ജഗദമ്മ, ചിലപ്പോഴൊക്കെ ജഗദമ്മയ്ക്ക് എന്റെ അമ്മയുടെ മണോ? മോളിന്ന് ജോലിക്ക് വരണ്ട. മോള് ചെന്ന് കുളിച്ച് ഫ്രഷായിട്ടിരിക്കെ. ഞാൻ ചെന്ന് അത്യാവശ്യ ജോലികളൊക്കെ തീർത്ത് നേരെ ഇങ്ങി വരാം. മോള് വിഷമിക്കാതെ. ദിയമോളെയും കുട്ടി വീട്ടിലേക്ക് പോവുകയല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, നിങ്ങളാരും എന്നോട് നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ ജഗൻ അവന്റെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എന്നാ അപ്പച്ചിയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. ഓ, അപ്പോഴല്ലേ അപ്പച്ചി ഏട്ടത്തിയും കൂടെ ഇങ്ങോട്ട് വന്നേ? സാരയില്ല വന്ദനെ, നീ എന്നോട് അനുവാദം ചോദിച്ചില്ലേലും എനിക്ക് പിണക്കമൊന്നുമില്ല. അല്ല വന്ദനെ, എനിക്കൊരു സംശയം.
ഇവിടെ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നേ? അതെന്ത് ചോദ്യ ചേച്ചി? എനിക്കിവിടെ നിങ്ങളൊക്കെ സഹായവും സപ്പോർട്ടും അല്ലേ. രാത്രിയിൽ പോലും അപ്പച്ചി എന്റെ മുറിക്ക് പുറത്ത് കൂടെ കൂടെ വരാറില്ലേ? അല്ല അത് പിന്നെ ഒന്നും പറയണ്ട. രാത്രിയില് എന്റെ കാൽമുട്ടിനും വേദനയോ മറ്റോ വന്ന് ഞാൻ ബഹളം വെക്കുകയാണെങ്കിൽ അകത്ത് വന്ന് എനിക്ക് മരുന്നും പുരട്ടി തരാനല്ലേ അപ്പച്ചി വരുന്നത്. അതെ, അതിന് തന്നെയാ മോളെ. രാത്രിയിലും അപ്പച്ചിക്ക് നിന്റെ കാൽമുട്ടിന്റെ ചിന്തയേ ഉള്ളൂ. ഇത്രയും കരുതലും സ്നേഹമുള്ള അപ്പച്ചിയെ ഞാൻ ശല്യമായിട്ട് കാണുമോ അപ്പച്ചി? ബുദ്ധിമതി ബുദ്ധിമതി. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ. ദിയമോള് പോയാ പിന്നെ ചിരിയും കളിയും ബഹളം ഒന്നും ഇല്ലല്ലോ. ഈ വീട് ഉറങ്ങിപ്പോവും. അത് ഓർക്കുമ്പോഴാ. എനിക്ക് വിഷമമുണ്ടോ? ഉണ്ട് മോളെ. എങ്കിൽ ഞാൻ പോകുന്നില്ല. അയ്യോ, അത് ശരിയാവില്ല. മോൾക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണണ്ടേ? എന്റെ വിഷമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മോൾ ഇപ്പൊ തന്നെ പോക്കോ. വന്ദനമോളെ, അച്ഛനെ അമ്മയൊക്കെ കൂടെ നിന്ന് സ്നേഹിച്ചും ആശ്വസിപ്പിച്ചും ഒക്കെ പതുക്കെ വന്നാ മതി കേട്ടാ. ശരി അപ്പച്ചി. അല്ല അതിരിക്കട്ടെ, ജഗം വരുന്നില്ലേ? വരുന്നില്ലെന്നാ പറഞ്ഞത്. വരണ്ട, അതാ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ വ്രതമൊക്കെ തെറ്റും. അല്ല, വീട്ടിൽ പോയാലും ജഗന്റെ ആയുസ് രക്ഷിക്കാനുള്ള പൂജകളും വഴിപാടുകളൊന്നും മുടക്കരുത്. അഥവാ ജഗൻ അങ്ങോട്ട് വന്നാലും ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ഒന്ന് നോക്കുക പോലും ചെയ്യരുത്. അല്ല, മോളെന്താ അങ്ങോട്ട് നോക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി. അപ്പച്ചി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പച്ചി പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഓ മതി, അത് മതി. മോള് ഗുരുത്വമുള്ളോളാ. മാനത്തെ കൊട്ടാരം